നിങ്ങൾ വാക്ക് ഇൻ വാർഡ്രോബ് ചെയ്തിട്ട് അതിൻ്റെ ഉപകാരം ഉണ്ടാവുള്ളൂ. 100 ഇന്റീരിയർ ഹാക്സ് ഇൻ 100 days, ഡേ 69. ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ വാക്ക് ഇൻ വാർഡ്രോബിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ വീടുകളിൽ വാക്ക് ഇൻ വാർഡ്രോബ് ചെയ്യണം എന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വാക്ക് ഇൻ വാർഡ്രോബ്? നമ്മുടെ ഒരു നോർമൽ വാർഡ്രോബിൽ നിന്ന് മാറിയിട്ട് ഒരു വാക്ക് ഇൻ സ്പേസ് കൊടുത്ത് ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് വാക്ക് ഇൻ വാർഡ്രോബ് മാറ്റുന്ന, ഒരു ചേഞ്ചിങ് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നതാണ് വാക്ക് ഇൻ വാർഡ്രോബ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ, ആരൊക്കെ വാർഡ്രോബ് ചെയ്യണം അല്ലെങ്കിൽ വാക്ക് ഇൻ വാർഡ്രോബ് ചെയ്യണം എന്നുള്ളത് എല്ലാ റൂമിലും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് അതിനായിട്ടുള്ള സ്പേസ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. സ്പേസ് വൈസ് വരുമ്പോൾ നമ്മൾ വാർഡ്രോബ് കൊടുക്കുന്ന സൈഡിൽ ഒബ്വിയസ്ലി 50 cm അല്ലെങ്കിൽ 60 cm ഡെപ്തിലാണ് ചെയ്യുക. അത് കൂടാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 feet വാക്കിംഗ് സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ നമുക്ക് പല ലേഔട്ടിൽ ചെയ്യാം. പാരലൽ ലേഔട്ടുകൾ ചെയ്യാം, അല്ലെങ്കിൽ യു ഷേപ്പിൽ ചെയ്യാം, എൽ ഷേപ്പിൽ ചെയ്യാം, വൺ സൈഡ് മാത്രമായിട്ട് ചെയ്യാം. സോ വാർഡ്രോബിൻ്റെ സ്പേസ് മാത്രം കൂടാണ്ട് അഡീഷണലി ഒരു 3 to 4 feet സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ആ ഏരിയയിലേക്ക് നല്ല പ്രോപ്പർ വെന്റിലേഷനും നല്ല പ്രോപ്പർ നാച്ചുറൽ ലൈറ്റിങ്ങും കിട്ടണം. അത് കൂടാണ്ട് അഡീഷണൽ ലെയേർഡ് ലൈറ്റിങ്ങുകൾ, ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ വാക്ക് ഇൻ വാർഡ്രോബ് ചെയ്തിട്ട് അതിൻ്റെ ഉപകാരം ഉണ്ടാവുള്ളൂ. ഇല്ലാണ്ട് ചെറിയൊരു ബെഡ്റൂമിൽ നമ്മളൊരു വാക്ക് ഇൻ വാർഡ്രോബ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് ചെറിയൊരു റൂമാണെന്നുണ്ടെങ്കിൽ നോർമൽ വാർഡ്രോബ് തന്നെയാണ് സജസ്റ്റഡ്. ഈ രീതിയിൽ സ്പേഷ്യസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റൂമാണ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വാക്ക് ഇൻ വാർഡ്രോബ് ചെയ്യുക.